സംഭവം ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും മനോഹരമായൊരു നിമിഷം ഇത്രയും മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്നത് എത്രയോ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള 2 ദിവസമായിട്ട് അതിശക്തമായ മഴയായിരുന്നു പ്രകൃതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒന്ന് തോർന്ന് ഈ വൈകുന്നേരം ഇങ്ങനെ നിശബ്ദമായി ഇങ്ങനെ ശാന്തമായി ഇങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കാണുന്ന പ്രകൃതി നോക്കൂ, എത്ര മനോഹരമാണ് നോക്കൂ. താഴത്ത് കാണുന്നൊരു പള്ളിയാണ് കണ്ടില്ലേ, എത്ര മനോഹരമാണ്. ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലകപ്പെട്ട് ഇങ്ങനെ പരക്കം പാഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിങ്ങനെ എന്ത് ഭംഗിയാണ് കാണാൻ ചോദിച്ചാൽ അടിപൊളിയാണ് കാണാൻ. നോക്കൂ, കണ്ടോ അവിടെ ഒരു ചെറിയൊരു നക്ഷത്രം കാണുന്നുണ്ടല്ലേ. ആ നക്ഷത്രത്തിനോട് ചേർന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ നിലാവ് ഉദിച്ച് നിൽക്കുന്നുണ്ടോ. നോക്കൂ, എത്ര ഭംഗിയാണ് നോക്കൂ, എത്ര മനോഹരമാണ് നോക്കൂ. നമ്മുടെ ക്യാമറയിലെടുക്കുമ്പോൾ അത്ര വരില്ല കേട്ടോ, കാരണം വെച്ചാൽ നല്ല നീല നിറമാണ് ഈ ആകാശത്തിന്. പക്ഷെ അതങ്ങനെ കറക്റ്റ് കാണൂല. പക്ഷെ എങ്കിലും അയ്യോ എന്താ മോനെ അയ്യാ ഉണ്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മഴ പെയ്യുന്ന ഇടിമിന്നലൊക്കെ നടക്കുന്ന ആ ഒരു സീൻ എടുത്തത് ഇപ്പോൾ ഇവിടെ നിന്നാണ് എടുത്തത്. കണ്ടോ ഇപ്പോൾ എത്ര മനോഹരമായി നിൽക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രകൃതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ശാന്തമായി ഇങ്ങനെ നിശബ്ദമായി നിൽക്കുന്നു. ഇതാണ് ഒറിജിനൽ. മറ്റേ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. എന്നാലും ഈ ഒരു സീനുണ്ടോ, ഇത് ഞാനൊരു സ്റ്റിൽ അടിച്ചു നോക്കട്ടെ. നല്ലൊരു സീനറി. ആഹാ, 2-3 വീടുകൾ, അതിൽ റോഡ് പോകുന്നുണ്ട്. പ്രണയ കല്ലോലങ്ങൾ ചിതറുമീ കരയിൽ നാം മണലിൻ്റെ ആർദ്രമാം താഴ്വരയിൽ.